മാം അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം മാഡത്തിൻ്റെ ബാഗ് ചലഞ്ച്, വാച്ചിങ് ഒരു ബാഗ് ചലഞ്ചാണ്. അപ്പോൾ അത് മാം ചെയ്യാം. ഓക്കെ. ഈ ബാഗ് എന്ന് പറയുന്നത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് നൽകിയ ബാഗാണ്. അവളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം സുബിയ. അവൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്ന ബാഗാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക്. ഇത് മാമ എർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇല്ല, ഇത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ബ്രാൻഡിൻ്റെ ബ്രഷാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും പരിപാടി കാരണം സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് പിന്നെ ഈ രണ്ടാമത് പറയുന്നത് കല്ല് വെച്ചിട്ടുള്ള നല്ല 2 ലക്ഷം രൂപ മതിക്കും. ഓക്കെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് മാമ എർത്തിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. അങ്ങനത്തേത് അത് കുഴപ്പമില്ല വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് തൊണ്ടയ്ക്ക് അത് ഈ പാടുമ്പോൾ നമുക്ക് എന്തെങ്കിലും തൊണ്ടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയോ ബസ്സിൽ കയറുമ്പോൾ ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ച് വായിക്കകത്തിട്ടിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കിച്ചുണ്ടാവും നമുക്ക് ആ ടൈമിന്. പിന്നെ പോണ വഴിക്ക് എങ്ങാനും നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ എണ്ണയും നിലവിളക്ക് മാത്രം ഒപ്പിച്ചാൽ മതി. തിരി ഞാൻ എപ്പോഴും കരുതാറുണ്ട്. കത്തിക്കാം. അതെ, കുത്തുവിളക്കിൽ നിർത്തി കത്തിക്കാനുള്ള തിരി. അത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ചെവിക്കൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മേക്കപ്പ് സെറ്റാണ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ ഐഷാഡയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. തൊടുണ്ട് എൻ്റെ സ്കിന്നിൽ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ മാം. പിന്നെ ഇത് എനിക്ക് പണ്ട് ഞാൻ നാരങ്ങ കൊണ്ട് ഓടിയപ്പം കിട്ടിയ ഒരു പ്രൈസാണിത്. ഒരു മൊമെൻറ്റോ. ഓക്കെ. പിന്നെ വലിയൊരു അവാർഡാണ് ഇതെന്ന് പറയണത് ഇങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണ്. ഇത് എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് എപ്പോഴും എഴുതാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റോർ ചെയ്ത് കിട്ടിയ ഒരു ക്യാപ്പില്ലേ, ഞാൻ ഇത് സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ക്യൂടെക്സ് ആണ്. അങ്ങനെ അയ്യോ അങ്ങനത്തെ അല്ല മേഡം, നമുക്ക് കളയാൻ പാടില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേനയും ഈ ടേപ്പും ഈ കത്തി അതെനിക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം സ്റ്റോറിൽ പോകുമ്പോൾ പെട്ടെന്ന് സാധനം കട്ട് ചെയ്യാനും